സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമനുസരിച്ച് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തരംതിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിന്റെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ് മലനാട്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 48% ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മലനാട്. മലനാട് പ്രദേശം കൂടുതൽ പർവ്വതങ്ങളും വനങ്ങളാലും കാണപ്പെടുന്നു. മലനാട് പ്രദേശത്ത് ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ലയാണ് ആലപ്പുഴ. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിന്റെ ഭൂപ്രദേശമാണ് മലനാട്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. മലനാട്ടിൽ നിന്നാണ് കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത്. സഹ്യപർവ്വത നിര എന്നാണ് പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ ഉയരത്തിലുള്ള പ്രദേശങ്ങളെയാണ് മലനാട് എന്നറിയപ്പെടുന്നത്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഇടനാട് കാണപ്പെടുന്നത്. ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 42% ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം. കേരള ഭൂവിസ്തൃതിയുടെ 10% ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് തീരപ്രദേശം. കുട്ടനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ലും തെങ്ങും. കേരളത്തിൽ തീരപ്രദേശമുള്ള എത്ര ജില്ലകളുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം.